കൊച്ചിയിലെ മഹാകവി ജി സ്മാരകത്തിന് നേർക്ക് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. LED ലൈറ്റുകളും പൈപ്പ് കണക്ഷനും തകർത്തിരിക്കുകയാണ്. സ്മാരകത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന JCBക്കും തീയിട്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. CCTV സമീപത്തൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? പോലീസ് എന്ത് പറയുന്നു? ഇന്നലെ രാത്രിയിലാണ് കൊച്ചി എറണാകുളം ഹൈക്കോടതിക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മഹാകവി ജി സ്മാരകത്തിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഈ സ്മാരക കെട്ടിടത്തിന് അകത്തുള്ള എല്ലാ ലൈറ്റുകളും ഏകദേശം 10-16ഓളം ലൈറ്റുകൾ പൂർണ്ണമായും അടിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഒരു വാട്ടർ പൂളുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഈ പൈപ്പ് സംവിധാനങ്ങൾ പൂർണ്ണമായും അടിച്ച് തകർത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 12:30 12നും 12:30ക്കും ഇടയിലായിരിക്കാം ഈ ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അവിടെയുള്ള സെക്യൂരിറ്റിയോട് സംസാരിച്ചു. അദ്ദേഹം ഓഫീസിനകത്തായിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത്. പിന്നീട് 2 മണിയോടുകൂടി ഇവിടെ അവർ റൗണ്ട് ചെയ്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ ഒരു വിജനമായ പ്രദേശത്താണ് ഈ സ്മാരകം പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇവിടേക്ക് അധികം ആളുകളൊന്നും എത്താറില്ല. പക്ഷേ ഒരു ബൈക്ക് പോയ ശബ്ദം കേട്ടിരുന്നു സെക്യൂരിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങളെല്ലാം നടക്കേണ്ടതുണ്ട്. പ്രദേശത്ത് എവിടെയും CCTV ക്യാമറകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തുക കുറച്ച് ശ്രമകരമായ കാര്യമാണ്. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതിന്റെ സമീപത്ത് തന്നെ നടക്കുന്നുണ്ട്. ആ ഭാഗത്തുമായി ബന്ധപ്പെട്ടുള്ള JCB ഉൾപ്പെടെ നിർത്തിയിട്ടിട്ടുണ്ട്. നിരവധി JCBകളും ലോറികളും ഒക്കെ ഈ പ്രദേശത്തുണ്ട്. ഇതിനും ഈ സാമൂഹ്യ വിരുദ്ധർ തീയിടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു JCBക്ക് വലിയ രീതിയിൽ തീ പടർന്നിട്ടുണ്ട്. അതിനുശേഷം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എത്തുന്നതും പിന്നീട് ഈ തീ അണയ്ക്കുന്നതും. പല വാഹനങ്ങൾക്കും ഇത്തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു JCB ഏകദേശം പൂർണ്ണമായും തന്നെ കത്തിയ നിലയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാം. എന്തായാലും ആരാണ് ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് എന്ന കാര്യത്തിലെല്ലാം ഇനി കുറച്ച് ദൂരപ്രദേശങ്ങളിലുള്ള CCTV ഉൾപ്പെടെ അവിടെ നിന്നും കടന്നു വന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചായിരിക്കും പോലീസിന്റെ നടപടി ഉൾപ്പെടെ ഉണ്ടാവുക. സ്മൃതി.